നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പ്രവീൺ. അദ്ദേഹത്തിന് സമാനമായ അനുഭവമാണ്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പ്രവീൺ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് അരുൺ. ഹൗ ആർ യു? ഫൈൻ, ഡൂയിങ് വെൽ. പ്രവീൺ, എന്താണ് അവസ്ഥ? ഇങ്ങനെ വല്ല കോളും വന്നോ? ഇഷ്ടം പോലെ കോൾസ്. നമ്മുടെ നമ്പേഴ്സ് എല്ലാം ഇപ്പൊ സേഫ് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പല രീതിയിലുള്ള സ്പാം കോൾസ് ഡെയിലി ബേസിസ് എല്ലാവർക്കും വരുന്നുണ്ട്. അതിലിപ്പോ ഞാൻ കുറച്ച് ഫിനാൻഷ്യൽ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റിൽ നമുക്കിതിങ്ങനെ പലപ്പോഴും തട്ടിപ്പ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും തട്ടിപ്പിനിരയായിട്ടുണ്ട്. അവര് എന്ത് ചോദിച്ചാ വിളിക്കുന്ന പ്രവീൺ? അവര് വിളിക്കുന്ന ഇപ്പൊ പല ടെക്നോളജി വൈസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവരുടെ കോൾസ് വരുന്നത്. പലപ്പോഴും വരുന്നത് ഒരു കോള് വരും, നമുക്കതിന് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺസൈൻമെന്റ് ബ്ലോക്ക് ആയി, നിങ്ങൾ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി പല രീതിയിൽ ആമസോൺ അങ്ങനെയുള്ള ഇതിലൊക്കെ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ കോൾസ് വരുമ്പോൾ നമുക്ക് അറിയുന്നില്ല. ഇത് വരുമ്പോൾ നമ്മൾ ഏത് കൺസൈൻമെന്റ് ആണ് ബ്ലോക്ക് ആയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിപ്ലൈ 1 or 2 കൊടുക്കും. കൊടുത്ത ഉടനെ ഇവര് കോൾസ് നേരെ ഫോർവേഡ് ആകും. പിന്നെ നെൽക്കോട്ടിസിൽ നിന്ന് വിളിക്കുന്നു പറയും. അല്ലെങ്കിൽ പല രീതിയിലുള്ള അതെ, നമ്മള് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെല്ലില് 3-4 കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്തും അവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കേസസ് വരുന്നുണ്ട്. അപ്പൊ പോയി കംപ്ലൈന്റ് കൊടുക്കുന്ന ദിവസം തന്നെ 4-5 കേസസ് വരികയും അവർക്ക് 20,000-30,000 രൂപ വെച്ചിട്ട് ചെലവാകുകയും ചെയ്തിട്ടുണ്ട്. അതെ, ശരിയാണ്. പ്രവീൺ പറഞ്ഞതുപോലെ പ്രവീൺ ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പം പ്രേക്ഷക ശ്രദ്ധിക്കുക, പ്രവീണിനെ പോലെ നിരവധി ആളുകൾക്കാണ് ഇത്തരം ഫേക്ക് കോളുകൾ വന്നത്. താങ്ക് യു പ്രവീൺ, അലേർട്ട് ചെയ്തതിന്. എല്ലാവരും ഒന്ന് കരുതലോടുകൂടി ഇരിക്കുക. പ്രവീണിനെ പോലുള്ള ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ സാധാരണക്കാരുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ലഹരി കേസിൽ കുടുങ്ങിക്കിടക്കുന്നു, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പാഴ്സൽ ഇത് ധാക്കയിൽ പിടിച്ചു വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും. ഐ ആം ഫ്രം NIA. ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുമ്പം ഇംഗ്ലീഷ് മാലു നെഹി എന്നായിരിക്കും NIA ഉദ്യോഗസ്ഥൻ പറയുക. പക്ഷേ എന്നാൽ പോലും നിങ്ങളെ വിശ്വസിപ്പിച്ച് കളയും. യൂണിഫോമൊക്കെ ഇട്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥൻ ഇരിക്കുക.